ന്യൂമാറ്റിക് ഇഞ്ചക്ടർ റിമൂവർ അല്ലെങ്കിൽ എയർ ഓപ്പറേറ്റഡ് ഇഞ്ചക്ടർ റിമൂവർ. നമ്മൾ മാനുവലി ഓപ്പറേറ്റഡ് ഇഞ്ചക്ടർ റിമൂവറിന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഹൈഡ്രോളിക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എയർ ഓപ്പറേറ്റഡ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഡെമോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗ്രാൻഡ് എഞ്ചിൻ റീബിൽഡേഴ്സ് മൂവാറ്റുപുഴ, അവിടുത്തെ അഖിലാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് നമ്മളോട് പറഞ്ഞത് ഗ്രാൻഡ് എഞ്ചിൻ ബിൽഡേഴ്സിലെ ബിനോയ് ആണ് പറഞ്ഞത് നമുക്ക് അങ്ങനത്തെ ഒരെണ്ണം ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ കൊള്ളാം എന്ന് പുള്ളി പറഞ്ഞ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ ടെക്നീഷ്യന്മാർ അവരുടെ സ്പീഡ് വർദ്ധിപ്പിക്കാനും എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും ഒക്കെ കാര്യങ്ങൾ പഠിച്ച ശേഷം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അവർക്ക് ഏറ്റവും വേഗത്തിൽ അത് ചെയ്തു കൊടുക്കാൻ സാധിക്കും, ചെയ്തു കൊടുക്കുക. അതിന് പ്രകാരമാണ് പുള്ളി 2 ദിവസം മുമ്പാണ് ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് സംസാരിച്ചത്. അപ്പോൾ തന്നെ നമ്മളത് ഇന്നേക്കത് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവരത് ചെക്ക് ചെയ്യണം. അവർക്ക് ഇത്തിരി ടൈറ്റ് ഉണ്ട് എന്ന് 2 ഇഞ്ചക്ടർ, ഇതൊരു ഹുണ്ടായുടെ എഞ്ചിനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരത് രണ്ടെണ്ണം അവർ റിമൂവ് ചെയ്തു. 2 കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഹൈഡ്രോളിക്ക് വെക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇത് നമ്മൾ ചെയ്തത്. പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കാണുന്നത് ഇതിന് വലിയ ടൈറ്റ് ഒന്നും ഇല്ലാത്ത, പക്ഷെ അവർ അഖില് പറഞ്ഞത് അത്യാവശ്യം നല്ല ടൈറ്റാണ്, തിരിച്ചിട്ട് തിരിയുന്നേ ഉള്ളൂ, അനങ്ങുന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഊരിയെടുക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ പുഷ്പം പോലെ പോകുന്നതെന്നാണ് തോന്നുന്നത്. അത് പുള്ളറിൻ്റെ പ്രത്യേകതയാണോ അതല്ലെങ്കിൽ ഇത് ടൈറ്റ് ഇല്ലാഞ്ഞതാണോ എന്നറിയില്ല. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ തരാനിരിക്കുന്നതേ ഉള്ളൂ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ബിനോയ് അതിൻ്റെ റിസൾട്ട് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡെമോ അവരത് ഓപ്പറേറ്റ് ചെയ്യും. കാരണം ഒന്നും കൂടി നല്ല കട്ടിയുള്ള ഇഞ്ചക്ടേഴ്സ് സ്ട്രക്കായി വരുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ കുറച്ചും കൂടി നമുക്ക് അവർക്ക് ഇതിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസിൽ വളരെയധികം തൃപ്തിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഹൈഡ്രോളിക് ഇൻഡക്ടർ പുള്ളർ സെറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ടോ സൂക്ഷ്മമോ എന്നും ഇതിൻ്റെ കേസിൽ ആകെ ത്രെഡിങ് ചെയ്യുന്നത് മാത്രം കൃത്യമായിട്ട് ടൈറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹാൻഡി ആയിട്ട് ഉപയോഗിക്കാവുന്ന, വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന, അധികം പേരുടെ ഒന്നും അധ്വാനം ആവശ്യമില്ലാത്ത ഒരു ടൂളായിട്ടാണ് ഇവരുടെ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലായത്.